السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. يريدون أن يطفئوا نور الله بأفواههم ويأبى الله إلا أن يتم نوره ولو كره الكافرون. صدق الله مولانا العلي العظيم. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹു അവൻ്റെ അപാരമായ കൃപാകടാക്ഷത്താൽ നമ്മുടെ അവരുടെയും എല്ലാ ദോഷങ്ങളെയും പുറത്തു മാപ്പാക്കുകയും ദീർഘകാലം ആയുസ്സോടെ ജീവിക്കാനും അവസാനം അവൻ്റെ പൊരുത്തത്തിൽ മരിക്കാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് തരുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാം അള്ളാഹുവിൻ്റെ മതം എന്ന നിലയിൽ സമ്പൂർണമായി മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ആ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഓരോ വിശ്വാസിയും മനുഷ്യകുലം തന്നെയും നിർബന്ധിതമാകുന്ന വിധം അള്ളാഹു അത് പൂർത്തിയാക്കിയതാണ്. അതനുസരിച്ചാണ് മുസ്ലിങ്ങൾ അവരുടെ ജീവിതത്തെ തന്നെ നിശ്ചയിക്കുന്നത്. പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാമിൻ്റെ ഈ നിയമങ്ങൾ ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ നിയമങ്ങൾക്ക് ബാധകമാക്കുകയോ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിന് മാറ്റിത്തിരുത്തലുകൾക്ക് വിധേയമാക്കുകയോ ചെയ്യാനാവാത്ത വിധം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തെ സമ്പൂർണമായ അർത്ഥത്തിൽ നിയന്ത്രിക്കേണ്ടത് പരിശുദ്ധ ഇസ്ലാമാണ്. ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ശരീഅത്ത് നിയമങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധകമാകുന്ന വിധം നമ്മുടെ വൈയക്തികമായ കാര്യങ്ങളിലെല്ലാം ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ജീവിക്കാൻ ആവശ്യമാകുന്ന സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലെപ്പോഴും ഉണ്ടായി. ഇത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ നിലനിൽക്കുന്ന ഒരു വലിയ സ്വാതന്ത്ര്യമാണ്. 1930കളിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത്, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന സമയത്ത് പഞ്ചാബ് ദേശത്തുള്ള ഒരു പെൺകുട്ടി അവരുടെ പിതാവിൻ്റെ സ്വത്തിൻ്റെ കാര്യത്തിൽ അവകാശം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് ബ്രിട്ടീഷ് പ്രിവി കോടതിയിൽ കൊണ്ടുപോയി ഒരു കേസ് കൊടുക്കുന്നുണ്ട്. പിതാവിൻ്റെ സ്വത്തിൽ മകൾക്ക് അവകാശമുണ്ട് എന്നത് പരിശുദ്ധ ഇസ്ലാം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ അവകാശമാണ്. പിതാവിൻ്റെ സ്വത്തിലെന്നല്ല, ആർക്കും സ്ത്രീക്ക് സാമ്പത്തികാധികാരങ്ങളില്ലായിരുന്നൊരു കാലത്താണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ദീൻ അവൾക്ക് സാമ്പത്തികാധികാരം നൽകിയത്. ഇന്ന് സ്ത്രീകൾ തന്നെയാണ് പരിശുദ്ധ ശരീഅത്തിനെതിരായി പലപ്പോഴും കേസ് കൊടുക്കാൻ പോകുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉണ്ടാകുന്നത് സ്ത്രീയുമായി ബന്ധപ്പെട്ടാണ്. സ്ത്രീയുടെ സാമ്പത്തികാധികാരത്തെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിശ്ചയിച്ചു തന്നു. പക്ഷെ അവൾക്ക് പകുതി എന്ന് പറയുന്നതിനെ പോലും അള്ളാഹു എങ്ങനെയാണ് അതിനെ കൃത്യമാക്കി തരുന്നതെന്ന് വളരെ വ്യക്തമായി ഖുർആനും അതുപോലെ തന്നെ പരിശുദ്ധമായ വചനങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്, സ്ത്രീകൾക്ക് നൽകപ്പെടുന്ന പകുതി അവളുടെ മാത്രം അധികാരമാണ്. ഇപ്പോൾ പിതാവ് മരിച്ചാൽ പിതാവിൻ്റെ സ്വത്തിൽ സഹോദരനുമായി ഭാഗിക്കുന്നോടത്ത് വരുന്ന നേർക്കുനേരെയുള്ള പകുതി വരുമ്പോഴും ആ പകുതി കോടിക്കണക്കിന് സ്വത്താണ് അവൾക്കുള്ളതെങ്കിൽ പോലും അതിൽ തൻ്റെ ഭർത്താവിനോ അല്ലെങ്കിൽ മറ്റാർക്കോ ഏതെങ്കിലും തരത്തിൽ കൈകടത്താനുള്ള ഒരവകാശവും അള്ളാഹു വകവച്ചു കൊടുക്കുന്നില്ല. ഉദാഹരണത്തിന്, വളരെ ദരിദ്രനായ ഭർത്താവാണ് തൻ്റെ ഭർത്താവെങ്കിലും ആ ഭർത്താവിന് വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള ചെലവ് ചെയ്യാൻ പോലും ബാധ്യത എന്ന നിലയിൽ സ്ത്രീയുടെ മേലൊരു ബാധ്യതയാക്കി അള്ളാഹുവിൻ്റെ ദീൻ ഏൽപ്പിക്കുന്നില്ല എന്നതാണ് സത്യം. നേരെ തിരിച്ച് അങ്ങനെയല്ല. തിരിച്ച്
തൻ്റെ കുടുംബത്തിലെ ഭാര്യയും മക്കളും അടങ്ങുന്ന വലിയ കുടുംബം അവൻ്റെ ചുമതലയിലാണെന്ന് മാത്രമല്ല, ഈ പെണ്ണിനും അതുപോലെ തന്നെ തൻ്റെ കുടുംബത്തിനും ആവശ്യമായ ഭക്ഷണവും വസ്ത്രവും മറ്റു കാര്യങ്ങളുമെല്ലാം ഉണ്ടാക്കേണ്ട ബാധ്യത അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത് പുരുഷനാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ബിമാ അൻഫഖൂ മിൻ അംവാലിഹിം എന്ന് തന്നെ പറയാൻ കാരണം. അവരുടെ സ്വത്തിൽ നിന്നാണ് അവർ ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുരുഷന് സ്ത്രീയേക്കാൾ കൂടുതൽ സ്വത്ത് ലഭ്യമാകുന്നത്. പുരുഷനെ അള്ളാഹു ആ ബാധ്യത ഏൽപ്പിച്ചിട്ടുള്ളൂ, സ്ത്രീക്കല്ല. സ്ത്രീക്ക് അതേസമയം അവൾക്കു ലഭ്യമാകുന്ന ഈ സ്വത്ത് അവളുടെ സ്വന്തമായ സ്വാതന്ത്ര്യത്തിന് വിധേയമാക്കാനുള്ള അവകാശം അള്ളാഹു നൽകുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുപോലെ നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് ഇവിടെ പ്രത്യേകമായ യാതൊരു നിയമങ്ങളുമില്ലാതെ ബ്രിട്ടീഷു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന സമയത്താണ് ഞാനൊരു മുസ്ലിം സ്ത്രീയാണ്, എനിക്കെൻ്റെ വാപ്പയുടെ സ്വത്തിൻ്റെ പകുതി നൽകേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ഒരു കേസ് പോകുന്നത്. ഈ കേസ് അന്നത്തെ സാമ്പ്രദായിക രീതി അനുസരിച്ച് മാത്രം ബ്രിട്ടീഷ് കോടതി വിധി എഴുതിയത് അങ്ങനെ നിങ്ങൾക്ക് അവകാശമില്ലെന്നാണ്. അങ്ങനെ നിങ്ങൾക്ക് അവകാശമില്ല എന്ന വിധിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് ആ പെൺകുട്ടി വലിയ കേസുകളുമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് മുസ്ലിം ഇന്ത്യയിലെ, അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലുണ്ടായിരുന്ന പ്രഗത്ഭരായ മുസ്ലിം നേതാക്കൾ ഞങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ശരീഅത്തനുസരിച്ച് ഇവിടെ ജീവിക്കാൻ അവകാശം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരങ്ങളുടെയൊക്കെയും അടിസ്ഥാനത്തിലാണ് 1937 ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത് മുസ്ലിം പേഴ്സണൽ ലോ നിയമമാകുന്നത്. മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ വൈയക്തികമായ കാര്യങ്ങളിൽ ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ജീവിക്കാം എന്ന് സാരം. അപ്പോൾ നമുക്ക് ചോദിക്കാം, അങ്ങനെയെങ്കിൽ മുസ്ലിങ്ങൾക്ക് മറ്റു കാര്യങ്ങളിലോ? മറ്റു കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ കട്ടാൽ കട്ടവൻ്റെ കൈവെട്ടണം എന്നോ, അല്ലെങ്കിൽ നമസ്കരിക്കാത്തവനെ തലയെറുത്ത് തീർക്കണമെന്നോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇസ്ലാമികമായ അത്തരത്തിലുള്ള ഹദ്ദുകളുമായി ബന്ധപ്പെട്ടതൊക്കെ ഏതു കാലത്തും ഏതു സാമൂഹിക ജീവിതത്തിലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വൈയക്തികമായ നിയമമല്ല. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ചിലർ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ വ്യക്തി നിയമം എന്ന പേരിൽ ഒരു പ്രത്യേക നിയമത്തിൻ്റെ ആവശ്യം എന്താണ്? മുസ്ലിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെയെങ്കിൽ ഇസ്ലാമിക നിയമങ്ങളെ മുഴുവനും നടപ്പിലാക്കാൻ വേണ്ടി പറയുന്നില്ല? നിങ്ങളെന്നാൽ അങ്ങനെ ആയിരുന്നുവെങ്കിൽ കള്ളു കുടിച്ചവനെ ഇന്നതു ചെയ്യണമെന്ന്, അല്ലെങ്കിൽ കൊലപാതകം നടത്തിയവനെ ഇന്നതു ചെയ്യണമെന്ന്, അല്ലെങ്കിൽ വ്യഭിചരിച്ചവനെ ഇങ്ങനെ കൃത്യമായി ഇന്നതു ചെയ്യണമെന്ന് പറയുന്ന രീതിയിൽ ഇസ്ലാമിക് പീനൽ കോഡ് കൊണ്ടുവരാൻ നിങ്ങൾ എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നില്ല? വളരെ കൃത്യമാണ് നമ്മുടെ ഉത്തരം. എന്തുകൊണ്ടാണിത്? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണകൂടത്തിൻ്റെ കീഴിൽ, ഇസ്ലാമിക വ്യവസ്ഥിതിയുടെ കീഴിൽ മാത്രമാണ്, ആ വ്യവസ്ഥിതി ചെയ്യുന്നത് മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ. അതേസമയം മറ്റേതോ, എനിക്ക് വിവാഹം ചെയ്യേണ്ടി വരുമ്പോൾ, എൻ്റെ മരണാനന്തരം എൻ്റെ സ്വത്ത് വീതം വെക്കേണ്ടി വരുമ്പോൾ, അതുപോലെ തന്നെ ഞാൻ മറ്റൊരാൾക്ക് നൽകുന്ന സംഭാവനകളുടെ കാര്യം വരുമ്പോൾ, ഇസ്ലാമികമായ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമസ്കാരാദി കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇസ്ലാമികമായ പൊതുനന്മയ്ക്ക് വേണ്ടി നൽകപ്പെടുന്ന വഖഫിൻ്റെ കാര്യം വരുമ്പോൾ, അവിടെയൊക്കെ എൻ്റെ വ്യക്തിപരമായ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതുകൊണ്ടാണ് 1937 ഈ ആപ്ലിക്കേഷൻ ഓഫ് പേഴ്സണൽ ലോ കൃത്യമായി ഇത്തരം വിഷയങ്ങളെ മാത്രം പറഞ്ഞു പോകുന്നു. അതായത് പേഴ്സണൽ പ്രോപ്പർട്ടി ഇൻഹെറിറ്റഡ് ആൻഡ് ഒബ്റ്റൈൻഡ് അണ്ടർ കോൺട്രാക്ട് ആൻഡ് ഗിഫ്റ്റ് ഓർ എനി അതർ പ്രൊവിഷൻസ് ഓഫ് പേഴ്സണൽ ലോ, മാരേജ്, ഡിസൊല്യൂഷൻ ഓഫ് മാരേജ് ഇൻക്ലൂഡിംഗ് തൊലാഖ്, ഈല, സിഹാർ, ലിആൻ, ഖുല, മുബാറാത്ത് എന്ന് പറഞ്ഞ് വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവിധ വിഷയങ്ങളിൽ എന്തൊക്കെയാണോ ഇസ്ലാമിക ശരീഅത്ത് പറയുന്നത്, അതനുസരിച്ചാണ് ഇസ്ലാമികമായ വിശ്വാസങ്ങൾ നിലനിൽക്കുന്നൊരു വിവാഹം ചെയ്തിട്ടുള്ള രണ്ടു ദമ്പതികൾ തമ്മിലുണ്ടാകേണ്ട പ്രശ്നങ്ങളെ കാണേണ്ടത് എന്നാണ് മുസ്ലിം പേഴ്സണൽ ലോ ആവശ്യപ്പെടുന്നത്. അതായത് ഞാൻ കൂടുതൽ സൂചിപ്പിക്കാം, ഇത് ഞാൻ ഇപ്പോൾ പറയാൻ പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ കേന്ദ്ര ഭരണകൂടം ഏക സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് നമ്മളെ ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാലമാണ്. അങ്ങനെ പേടിപ്പിച്ചാൽ പേടിക്കുമെന്നൊന്നും പറഞ്ഞിട്ടല്ല, പക്ഷെ ഒരു കാര്യം നമ്മൾ ബോധവാന്മാരാകേണ്ടതിനെക്കുറിച്ച് മാത്രം നിങ്ങളെ സൂചിപ്പിക്കാനാണ് ഞാനിത് കൊണ്ടുവന്നത്. അതായത് ഇസ്ലാമിക ശരീഅത്തിന്റെ പേഴ്സണൽ ലോ മാത്രമല്ല യഥാർത്ഥത്തിൽ ഇന്ത്യയിലുള്ളത്. എല്ലാ വിഭാഗം ആളുകൾക്കും അവരവരുടേതായ വിശ്വാസാചാരങ്ങൾക്കനുസൃതമായി ജീവിക്കാൻ ആവശ്യമാകുന്ന വിധത്തിലുള്ള പേഴ്സണൽ ലോ നിലനിൽക്കുന്നുണ്ട്. ക്രിസ്ത്യൻ പേഴ്സണൽ ലോ ഉണ്ട്, ഹിന്ദു പേഴ്സണൽ ലോ ഉണ്ട്. ഇതിനൊക്കെ ഒരുപാട് നിരന്തരമായ ചില ആവശ്യമായ ഭേദഗതികൾ ചെയ്യേണ്ടി വരുന്നത് പോലും ഒരു കാലത്ത് ഒരു ഹിന്ദു പിതാവിൻ്റെ മരണാനന്തരം മകൾക്ക് തീരെ തന്നെയും സാമ്പത്തികമായ ഒരു അവകാശവും ലഭ്യമാകാതിരുന്ന കാലത്ത് നിന്ന് അവൾക്ക് അത്തരത്തിൽ പിതാവിൻ്റെ അനന്തര സ്വത്തിന് അർഹതയുണ്ടെന്ന് പറയുന്നത് 2005 പാർലമെന്റാണ്. അതവരുടെ കേടാണെന്നല്ലാതെ
അതേസമയം 1400 പാർലമെന്റ് നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നു പെണ്ണിന് പിതാവിന്റെ സ്വത്തവകാശമുണ്ട്. ഏതാണ് ആ പാർലമെന്റ്? അഷ്റഫുൽ ഹൽക്ക് പൂർത്തിയാക്കിയതാണ്, സയ്യിദുനാ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പൂർത്തിയാക്കുമ്പോൾ കൃത്യമായി തന്നെ പറഞ്ഞു സ്ത്രീക്ക് സ്വത്തവകാശമുണ്ട്. ആ സ്വത്തവകാശത്തിന്റെ കാര്യത്തിൽ ഭർത്താവിന് ഇടപെടാനുള്ള ഒരു അവകാശവും അല്ലാഹു നിശ്ചയിച്ചില്ല, ഒരധികാരവും അല്ലാഹു കൊടുത്തില്ല. അതെല്ലാം പൂർത്തിയാക്കിയിട്ടാണ് ഈ പേഴ്സണൽ ലോ കൃത്യമായി പറയുന്നത് ഈ വിവാഹം വേർപിരിക്കുന്ന ഡിസൊല്യൂഷൻ ഓഫ് മാരേജ്, ഇൻക്ലൂഡിങ് ത്വലാഖ്, ഈലാ, ഇങ്ങനെ വിവിധമായ വിഷയങ്ങളുണ്ട്. ഞാനത് കൂടുതൽ സൂചിപ്പിക്കുന്നില്ല. അതായത് ത്വലാഖ് ഉണ്ട്, അതുപോലെ ഈലാ ഉണ്ട്, ലിആൻ ഉണ്ട്, പരസ്പരമുള്ള ശാപങ്ങളിലൂടെ ഒഴിഞ്ഞു പോകുന്ന രീതിയുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും എന്താണോ ഇസ്ലാമിക കർമ്മശാസ്ത്രം, ഇസ്ലാമിന്റെ ദീൻ, പരിശുദ്ധ മതം എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മാത്രം വിധി കൽപ്പിക്കാനുള്ള അധികാരമാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് നിയമം എന്ന നിലയിൽ കോടതിയിൽ നിന്ന് ലഭ്യമാവുക. അത് ഇങ്ങനെ കൂടി തന്നെ പറയുന്നു. ചിലർ പറയുന്നു മുസ്ലിങ്ങൾക്ക് മാത്രമായി ഇങ്ങനെ ഒരു പ്രത്യേക നിയമം ഉണ്ടാകുന്നത് എന്തിനെന്ന് ചോദിക്കുമ്പോൾ ഇതൊന്നും കൃത്യമായി ഒന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നറിയിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറയുന്നത് ഇവിടെ വളരെ കൃത്യമായി ഈ വിഷയം, ഈ സെക്ഷൻ ഇങ്ങനെ തന്നെ പറഞ്ഞു വരുന്നുണ്ട്. ദ റൂൾ ഓഫ് ഡിസിഷൻ ഇൻ കേസസ് വേർ ദ പാർട്ടീസ് ആർ മുസ്ലിം ഷാൽ ബി ദ മുസ്ലിം പേഴ്സണൽ ലോ. രണ്ടു പേരും മുസ്ലിങ്ങളാകുന്നിടത്താണ് ഈ വിഷയം വരുന്നുള്ളൂ. ഒരാൾ ഹിന്ദുവും ഒരാൾ മുസ്ലിമും ആകുന്നിടത്ത് മുസ്ലിം പേഴ്സണൽ ലോ ഇല്ല. രണ്ടുപേരും മുസ്ലിമുകളാകുകയും രണ്ടുപേരും സമ്മതിക്കുകയും ചെയ്യുന്ന ഉഭയകക്ഷി സമ്മതമായി നിൽക്കുന്ന ഒരു വിഷയത്തിൽ മൂന്നാം കക്ഷി ഇടപെടുന്നതിൽ എന്തധികാരമുണ്ട്? മാന്യമായി ചോദിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സമ്മതമാണെങ്കിൽ നിങ്ങൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഇടപെടുന്നതിൽ എന്തധികാരം? മുസ്ലിങ്ങളുടെ നിയമം അനുസരിച്ച് ജീവിക്കുന്നതിൽ വേറെ പരാതിയൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മറ്റൊരു വിഭാഗം ആളുകൾ ഈ വിഷയത്തിൽ ഇടപെടുന്നതിൽ കാര്യം? നമ്മുടെ ലോ കമ്മീഷൻ ഒരു വലിയ ചാർട്ട് പോലെ കുറെ ക്വസ്റ്റ്യൻ കൊണ്ടുവരികയാണ്. ആ ചോദ്യാവലിയിൽ മുസ്ലിം നിയമങ്ങൾ മാറ്റണോ വേണ്ടയോ എന്ന് ആലോചിക്കാൻ വേണ്ടിയുള്ള ഒരു അഭിപ്രായ സർവേ എടുക്കാൻ പോകാൻ. ആ അഭിപ്രായ സർവേയിലൂടെയാണ് മുസ്ലിങ്ങളുടെ എന്നല്ല ലോകത്തെ ഏത് വിശ്വാസത്തെയും കുറിച്ച് പറയേണ്ടതെങ്കിൽ ഏത് വിശ്വാസം നിലനിൽക്കുക? ശബരിമലയെ കുറിച്ചൊക്കെ പറയുന്ന പലതും നമ്മുടെ കോടതികളിൽ തന്നെ ചോദ്യം ചെയ്യപ്പെട്ട പലതും സത്യസന്ധമായ വിചാരങ്ങൾക്കും വേണ്ടി പോകാൻ തയ്യാറായാൽ എന്തായിരിക്കും അതിൻ്റെയൊക്കെ അവസ്ഥകൾ? അവിടെ ഏത് ജ്യോതിയാ കത്തുമെന്ന് ആലോചിക്കാൻ വേണ്ടിയൊന്നും നമ്മൾ മെനക്കെടുന്നില്ല. എന്തുകൊണ്ട് മെനക്കെടുന്നില്ല? അതൊരു വിഭാഗത്തിന്റെ വിശ്വാസമാണ്. ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ആ സമൂഹമാണ്. മറിച്ച് അത് അഭിപ്രായ സർവേയുടെ മുമ്പിൽ കൊണ്ടുവരികയും അങ്ങനെ ഒരു അന്വേഷണ കമ്മീഷൻ വെക്കുകയും ചെയ്യാൻ ഭരണഘടന തന്നെ അനുവദിക്കുന്നില്ലല്ലോ. ഭരണഘടന തന്നെ കൃത്യമായി ഇത്തരം വിഷയങ്ങൾ ഇടപെടുമ്പോൾ അത് വിശ്വാസത്തിന്റെ പ്രശ്നമെന്ന് പറഞ്ഞ് കോടതികൾ തന്നെ മാറ്റിവെക്കുന്നു. നിങ്ങൾ ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മുടെ പെൺകുട്ടികളെയും കുറിച്ച് പോലും ചില വലിയ അബദ്ധങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു. അതായത് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സ്ത്രീ വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്നതാണെന്നുള്ള തോന്നലുകൾ ഉണ്ടാക്കുന്നു. നമ്മുടെ പെൺകുട്ടികൾ തന്നെ ഇറങ്ങുന്നു. എന്തിനാണ് പർദ്ദ? ചിലർ ചോദിക്കുന്നു. മുസ്ലിങ്ങളുടെ പുരുഷന്മാർക്ക് മാത്രമുള്ള ഒരു വലിയ അധികാരമാണ് ത്വലാഖ് എന്ന അർത്ഥത്തിൽ പറയുന്നു. യഥാർത്ഥത്തിൽ ത്വലാഖിന്റെയൊക്കെ ഒരു കൃത്യമായ നിശ്ചിത ബോധം നോക്കണം. ശരിക്കും ഒരാൾ ത്വലാഖ് ചൊല്ലേണ്ടി വരുന്ന അതിന്റെ ശരിയായ ഇസ്ലാമിക രീതി പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്ന പ്രകാരമാണെങ്കിൽ ത്വലാഖ് എന്ന് പറയുന്നത് ഒരു അസംഭവ്യമായ സംഭവമാകും. അവിടെ അള്ളാഹുവിനെ പേടിക്കുന്നവനാണെങ്കിൽ. കാരണം ഒന്നാമത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു, ഫഇന്ന ത്വലാഖ യഹ്തസ്സു ബിഹിൽ അർശ് യഹ്തസ്സു മിൻഹുൽ അർശ്. ത്വലാഖ് ചൊല്ലിയാൽ അത് ഹലാലായ ത്വലാഖ്, അനുവദനീയമായ അർത്ഥത്തിലുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ അർശ് കിലുങ്ങുന്നു എന്ന് സയ്യിദുനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ അർശ് കിലുങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത്രയേറെ വേദനാജനകമായ ഒരു സംഭവമാണ്. കാരണം രണ്ടുപേർ തമ്മിലുണ്ടായിരുന്ന ജീവിതത്തെ വേർപ്പെടുത്തപ്പെടുകയാണ്. പക്ഷെ അത് ചില സമയങ്ങളിൽ ആവശ്യമായി വരും. ത്വലാഖ് തന്നെ നിർബന്ധമായും ചെയ്യേണ്ടി വരുന്നിടത്തുണ്ട്, സുന്നത്തായി ചെയ്യേണ്ടി വരുന്നിടത്ത് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ അതങ്ങനെ ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം വരുമ്പോഴും അത് ചെയ്യാതെ വന്നാലോ? പക്ഷെ എന്നാലും അള്ളാഹു അവിടെ നിശ്ചയിച്ചിട്ടുള്ള അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തരുന്ന രീതി എത്ര മനോഹരാണ്. നിങ്ങൾ സ്ത്രീകൾക്കിടയിൽ എന്തെങ്കിലും രീതിയിൽ വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന ഫഇലൂഹുന്ന വഹ്ജുറൂഹുന്ന ഫിൽ മലാജി, ഞാൻ പലപ്പോഴും വിശദീകരിച്ചതാണ് ഈ ആയത്ത്. വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന, പെണ്ണുങ്ങളോട് നിങ്ങളുടെ ചില പെണ്ണുങ്ങൾ ആ പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പിണക്കം നിങ്ങൾ ഭയന്നാൽ, അങ്ങനെ അത്തരം പെണ്ണുങ്ങൾ ഫഇലൂഹുന്ന, നിങ്ങൾ അവരെ ഒന്ന് ഉപദേശിക്കാം.
കട്ടൻ ചായ കിട്ടിയില്ല എന്നതിൻ്റെ പേരിൽ തല്ലാനുള്ളതല്ല തൊലാക്ക്. മുറ്റമടിച്ചിട്ടില്ല എന്നതിൻ്റെ പേരിൽ ചെല്ലാനുള്ളതല്ല തൊലാക്ക്. അമ്മായിയമ്മ അല്ലെങ്കിൽ തൻ്റെ ഉമ്മ മുഖം കറുപ്പിച്ചു എന്നതിൻ്റെ പേരിലും ചെല്ലാനുള്ളതല്ല തൊലാക്ക്. അതൊരു വളരെ അപകടകരവും എന്നാൽ ആവശ്യമാണെങ്കിൽ എടുത്തുപയോഗിക്കേണ്ടതുമായി മാത്രം നിലനിൽക്കുന്ന ഒന്നാണിത്. അതുകൊണ്ടാണ് ഫഇലൂഹുന്ന, നിങ്ങൾ അവരോട് വഅദ് പറഞ്ഞു കൊടുക്കുക. എന്നിട്ടും കേൾക്കണില്ലെങ്കിൽ വഹ്ജുറുഹുന്ന ഫിൽ മലാജി, കിടക്കപ്പായയിൽ നിന്ന് മാറ്റിക്കെടുത്ത. റൂമിൽ നിന്ന് അടിച്ചോടിക്കാന്നല്ല അള്ളാഹു പറഞ്ഞത്. വഹ്ജുറുഹുന്ന ഫിൽ മലാജി, കിടക്കപ്പായയിൽ നിന്ന് മാറ്റിക്കെടുത്ത. കിടക്കപ്പായയിൽ തന്നെ മാറ്റിക്കെടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു വലിയ ഗുണം എന്താണ്? വലിയ പ്രശ്നക്കാരിയാണെങ്കിലും കുറെ കഴിയുമ്പോൾ, ഒരു രാത്രി അല്പം വൈകുമ്പോൾ, അർദ്ധരാത്രി കഴിഞ്ഞ് കഴിയുമ്പോൾ പതുക്കെ ഒന്ന് തട്ടി വിളിക്കാൻ തുടങ്ങും. അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. അല്ലാഹു തന്നെ പറയുന്നു, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണകളെ സൃഷ്ടിച്ചു തന്നിട്ട് ആ രണ്ടുപേർക്കുമിടയിൽ രണ്ട് പ്രധാനപ്പെട്ട വികാരങ്ങളെയാണ് അള്ളാഹു നിശ്ചയിച്ചത്. ഒന്ന് മവദ്ദത്തും മറ്റൊന്ന് റഹ്മത്തുമാണ്, കാരുണ്യവും പ്രേമവുമാണ്. ഈ കാരുണ്യവും പ്രേമവും നിലനിൽക്കുന്നിടത്തൊന്ന് അകന്നു നിന്നാൽ കുറെ കഴിയുമ്പോൾ പതുക്കെ തോണ്ടാൻ തുടങ്ങും. അങ്ങനെ ആയാൽ അത് അവസാനിച്ചു പോകണം. അതാണ് അള്ളാഹുവിന്റെ താല്പര്യം. അവസാനിക്കരുതെന്നല്ല പടച്ചവന്റെ താല്പര്യം, അത് അവസാനിക്കണമെന്നാണ് ദീനിന്റെ താല്പര്യം. അതാണ് ഫഇലൂഹുന്ന വഹ്ജുറുഹുന്ന ഫിൽ മലാജി. ഇനിയും പോകണില്ലെങ്കിൽ ഒരു ചെറിയ അർത്ഥത്തിൽ വദരിബൂഹുന്ന, ഒന്ന് ചെറുതായിട്ടൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക. ഒരു ചെറിയ അടി. ചെറിയ അടിയാണ്, വലിയ അടിയല്ല. വലിയ അടിയായി അങ്ങനെ ചിത്രീകരിക്കപ്പെടാനും പാടില്ല. കാരണം അതൊരു ചെറിയ അടിയാണ്, ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ്. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീന നിവാസികളായ സ്ത്രീകളെ കുറിച്ചൊരിക്കൽ പരാതിയുമായി റസൂലുള്ളാഹിയുടെ മുമ്പിൽ എത്തുന്നുണ്ട്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾ മദീനയിൽ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ പെണ്ണുങ്ങൾ കേട്ടിരുന്നു ഞങ്ങളെ കൂടുതൽ. പക്ഷെ ഇപ്പോൾ മദീനയിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അവർക്ക് അവരുടെ ഭർത്താക്കന്മാരോട് കുറച്ചുകൂടി അധികാരമുള്ളത് അവരുടെ സ്വഭാവത്തിലുണ്ടായതുകൊണ്ട് ഞങ്ങളെയും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ മുഹാജിറുകളായ ഞങ്ങളുടെ പെണ്ണുങ്ങളും ഞങ്ങളോട് ചെയ്യുന്നത്. ഞങ്ങൾ എന്തു വേണമെന്ന് ചോദിച്ചപ്പോഴാണ് ഒന്ന് ചെറിയ അടി അടിച്ചോളാൻ പറഞ്ഞത്. പിറ്റേ ദിവസം 70 പെണ്ണുങ്ങൾ പുണ്യനബിയുടെ വീട്ടിന്റെ വാതിൽക്കലുണ്ടായിരുന്നു. കാരണം നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ അനുവാദ പ്രകാരം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പോയ വഴിക്കുള്ള മറ്റുള്ള പരാതിക്കാരോടൊക്കെ ഇക്കാര്യം പറഞ്ഞവരൊക്കെ വേണ്ടതൊക്കെ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവിടെ കൃത്യമായൊരു നിബന്ധന വച്ചു. തൊലി പൊട്ടാത്ത വിധത്തിലൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണിത്. ഒരു പെണ്ണ് അത് കൊണ്ടാൽ അനുസരിക്കും എന്ന് പറഞ്ഞാൽ അത് കൊണ്ടാലേ അനുസരിക്കൂ എന്നല്ല. ഇങ്ങനൊരു തർത്തീബ് അനുസരിച്ചു, ഇങ്ങനൊരു ക്രമം അനുസരിച്ച് പോന്നാൽ ആ ക്രമത്തിന്റെ 3ാം പടിയിൽ അവിടെ എത്തിയാൽ ഒരു സ്ത്രീ അനുസരിക്കാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞു, ഫൈൻ അത്തഅനക്കും, നിങ്ങളെ ആ പെണ്ണുങ്ങൾ അനുസരിച്ചാൽ, ഫലാ തബ്ഗൂ അലൈഹിന്ന സബീല, നിങ്ങൾ ആ സ്ത്രീകൾക്കുമേൽ മറ്റൊന്നും ഏർപ്പെടുത്തിയേക്കരുത്. വേറൊരു അതിക്രമത്തിന്റെ ഭാവം നിങ്ങളുടെ ഭാഗത്തുണ്ടാവാൻ പാടില്ല. നിങ്ങൾ അവർക്ക് നേരെ അതിക്രമം കാണിക്കാൻ പാടില്ല. പിന്നെ ഞാൻ നിന്നെ ഉപദേശിക്കുകയും തല്ലൊക്കെ ചെയ്തു, ഇനി അതിനപ്പുറം അവൾ അനുസരിച്ചു നിൽക്കുമ്പോൾ അനുസരണക്കേട് കാണിക്കാതിരിക്കുന്ന സമയത്തുള്ള ഭാവമാകരുത്. അനുസരണം കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹമാകണം അവിടെ ഉണ്ടാകേണ്ടത്. നോക്കൂ, നിങ്ങൾ ഇത്രയും ചെയ്യാൻ ഏതെങ്കിലും ഒരു കുടുംബകലഹങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ടോ? ഇത്രയും ചെയ്യാറുണ്ടോ? സതുപദേശങ്ങൾ നൽകി തന്റെ ഭാര്യയോട് നന്മയോടുകൂടെ അനുവർത്തിക്കാൻ സാധ്യമാകുന്ന ഒരു രീതി ഏർപ്പെടുത്താറുണ്ടോ? എന്തുകൊണ്ടാണ് സത്യത്തിൽ മറ്റുള്ളവർ ഇടപെടുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നുമ്പോഴും ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ സ്വയം വിചാരണയ്ക്ക് വിധേയമാകേണ്ടത്, എന്തുകൊണ്ടാണ് മറ്റുള്ളവർ ഇടപെടുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ വഷളാക്കിയതാരാ? നമ്മൾ തന്നെയാണ്, മുസ്ലിങ്ങളാണ്. കണക്കുകൾ ബോധ്യപ്പെടുത്തുന്ന വിധം മുസ്ലിങ്ങളെക്കാൾ ഏറെ ഇന്ത്യയിൽ ഹൈന്ദവ സമൂഹങ്ങളിൽ വിവാഹമോചനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളൊരു കാര്യത്തിൽ കൃത്യമായൊരു വിചാരണയ്ക്ക് തയ്യാറാകേണ്ടതുണ്ട്. കാരണം എന്തിനാണ് ഇത്തരത്തിലുള്ള കേസുകൾ കോടതി കയറേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാക്കുന്നത്? ദീൻ പറയുന്ന പ്രകാരമായിരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരമായിരുന്നുവെങ്കിൽ, പടച്ച തമ്പുരാൻ പറഞ്ഞ പ്രകാരം അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടാണ് നാം കുടുംബജീവിതത്തെ കൊണ്ടുപോകുന്നതെങ്കിൽ ഈ 3 ഘട്ടങ്ങൾ കഴിയണം. ഈ 3 ഘട്ടങ്ങൾ കഴിഞ്ഞാലും പിന്നെ ഈ പുരുഷന്റെയും സ്ത്രീയുടെയും ഇടയിൽ ഇടപെടുന്ന ഒരു 3ാം ടീമുണ്ട്. അള്ളാഹു തന്നെ പറയുന്നു, നിങ്ങൾ ഭയന്നാൽ. ആരാണ് ആ 3ാം കക്ഷി?
ആ കക്ഷി എന്ന് പറയുന്നത് ഒന്നുകിൽ സമൂഹത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. ആ വിഭാഗം ആളുകളോട് പടച്ചതമ്പുരാൻ പറയുന്നു, ഫഇൻ ഖിഫ്തും ശിഖാഖ ബൈനിഹിമ, രണ്ടുപേർക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്ന് നിങ്ങൾ ഭയന്നാൽ, ഫബ്അസൂ ഹകമൻ ലി അഹ്ലിഹി വഹകമൻ ലി അഹ്ലിഹ, രണ്ടുപേരെയാണ് വിടേണ്ടത്. ഒന്ന്, അവന്റെ വീട്ടുകാരുടെ കൂട്ടത്തിൽപ്പെട്ട കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു മധ്യസ്ഥനെ നിങ്ങൾ അങ്ങോട്ട് അയക്കണം. അവരുടെ കൂട്ടത്തിൽപ്പെട്ട കാര്യങ്ങളെ ബോധ്യപ്പെടുന്ന നീതിമാനായ ഒരാളെ ഇവർ രണ്ടുപേരെയും കൂടി ചർച്ചയ്ക്കിരുത്തണം. എന്നിട്ട് ഇവരുടെ പ്രശ്നങ്ങൾ പഠിക്കണം. ഇവരെ എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധ്യമാവുക എന്നതായിരിക്കണം ഇവരുടെ ചർച്ച. ഇവരെ എങ്ങനെയാണ് രണ്ടുപേരെയും രണ്ടു സ്ഥലങ്ങളിലേക്ക് വേർപ്പെടുത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ചല്ല ചർച്ച. അങ്ങനെ ആകരുത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ദീനാണ്. പടച്ച തമ്പുരാൻ വളരെ കൃത്യമായി മനഃശാസ്ത്രപരമായി നമ്മളെ പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് രണ്ടുപേരെയും തമ്മിൽ പിരിക്കണമെന്ന തീരുമാനമെടുക്കാനല്ല അങ്ങനൊരു ചർച്ച വച്ചത്. ഹകമൻ മിൻ അഹ്ലിഹി, അവന്റെ വീട്ടുകാരിൽ നിന്നൊരാൾ, ഹകമൻ മിൻ അഹ്ലിഹ, അവളുടെ വീട്ടുകാരിൽ നിന്നൊരാൾ. ഈ രണ്ടുപേരെയും എന്തിനു നിശ്ചയിച്ചു വന്നോ? ഒന്ന്, ഇവ രണ്ടുപേരും ഇരുന്നിട്ട് ഈ കാര്യങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം എങ്ങനെ ഉണ്ടാകണമെന്ന് ആലോചിക്കണം. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞു, യുരീദാ ഇസ്ലാഹൻ, ഇവ രണ്ടുപേരും നല്ലതുദ്ദേശിച്ചാൽ. ആരാ രണ്ടുപേരും? മധ്യസ്ഥരായ രണ്ടുപേരും നല്ലതുദ്ദേശിച്ചാൽ. ദമ്പതികൾ നല്ലതുദ്ദേശിച്ചാൽ എന്നല്ല അള്ളാഹു പറഞ്ഞത്. ഇവർ രണ്ടുപേരും ആരാണവർ? ഈ മധ്യസ്ഥരാണ്. ആ മധ്യസ്ഥർ നല്ലതുദ്ദേശിച്ചാൽ, യുരീദാ ഇസ്ലാഹൻ യുവഫിഖില്ലാഹു ബൈനഹുമാ, രണ്ടുപേർക്കുമിടയിൽ അള്ളാഹു തൗഫീഖ് ചെയ്തു കൊടുക്കും. പടച്ചവൻ അവിടെ ഇവ രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള തൗഫീഖ് അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഉണ്ടാക്കണം എന്നതാണ് അള്ളാഹുവിന്റെ ദീനിന്റെ താല്പര്യം. അങ്ങനെ ഉണ്ടാകരുതെന്നല്ല പടച്ചറബ് തമ്പുരാൻ പറയുന്നത്. ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ എത്ര കേസ് നമ്മുടെ കോടതികളിലേക്ക് എത്താതെ പോകുമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര കേസുകൾ നമ്മുടെ ഫാമിലി കോർട്ടുകളിൽ എത്തിപ്പെടുന്ന വലിയ ശതമാനം കേസുകളുടെയും പിന്നിൽ സമൂഹത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക്, കുടുംബത്തിൽ തന്നെ തലമുതിർന്നവർക്ക് ഈ വിഷയ സംബന്ധമായി കൃത്യമായ ദീനനുസൃതമായ വിധി കൽപ്പിക്കാനും അവരെ ആ രീതിയിലേക്ക് കൊണ്ടുപോകാനും കഴിയാത്തതിന്റെ പേരിലാണ് പലപ്പോഴും ഈ കേസുകൾ എത്തുക. ചിലതൊക്കെ കുടുംബങ്ങളുടെ ഈഗോകളാണ് പ്രശ്നങ്ങളാവുക. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ചില കേസുകളൊക്കെ വരുമ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ പരസ്പരം ഈ പെണ്ണിനും ആണിനുമല്ല പ്രശ്നം, പരസ്പരം രണ്ടു കാരണവുമൊക്കെയാണ് പ്രശ്നം. പെണ്ണിന്റെ വാപ്പാക്കും പിന്നെ അതുപോലെ തന്നെ പുരുഷന്റെ വാപ്പാക്കും ആയിരിക്കും പ്രശ്നം. നിങ്ങൾ ആലോചിക്കണം, ഇത് രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ദീനുമായി ബന്ധപ്പെട്ടുള്ള അവന്റെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഇരുവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ്. അങ്ങനെ അല്ലാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഒന്നാമത്, പിന്നെ രണ്ടാമത്, പിന്നെ മൂന്നാമത് ത്വലാഖുകൾ എന്ന രീതിയിൽ അനിവാര്യമായി വരുന്ന ഘട്ടങ്ങളിൽ ചെല്ലാവുന്ന രീതിയിലാണ് അള്ളാഹു നിശ്ചയിച്ചത്. പക്ഷെ ചില മരുന്നുകളൊക്കെ ഡോസ് കൃത്യമായി പതുക്കെ പതുക്കെ ചെയ്യണമെന്നുണ്ട്. രോഗം വല്ലാതെ കൂടിയാലോ ഒരൊറ്റയടിക്കും ചിലപ്പോൾ ഡോസ് കൊടുത്തു വരും. അങ്ങനെ വരുമ്പോഴാണ് ചില സമയങ്ങളിൽ ചിലരെങ്ങാനും മൂന്നാം ത്വലാഖ് ചെല്ലേണ്ടി വരുന്ന 3 ത്വലാഖുകളുടെയും ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്നായി നിൽക്കുന്ന ട്രിപ്പിൾ തലാഖ്, 3 തലാഖുകൾ. ഫിഖഹിന്റെ കർമ്മശാസ്ത്രത്തിന്റെ പ്രമുഖരായ എല്ലാ മദ്ഹബിന്റെയും അഭിപ്രായ പ്രകാരം, എല്ലാ മദ്ഹബിലെയും പ്രമുഖമായ അഭിപ്രായ പ്രകാരം ഒറ്റ സമയത്ത് 3 ത്വലാഖ് കൂടി ഒരാൾ ചെയ്താൽ ആ ത്വലാഖ് 3 തന്നെയായി മാറുമെന്നാണ്. അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. സയ്യിദുനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കാനത്ത് ബിൻ അബ്ദി യസീദ് എന്ന് പറയുന്ന സ്വഹാബി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ചെന്ന്, ഇന്നി ത്വല്ലഖ്തു ഇംറഅതി സുഹൈമത അൽ ബത്തത്ത, ഞാൻ ബത്തത്ത് എന്നേക്കുമായി ഞാൻ സുഹൈമയ്ക്ക് ത്വലാഖ് ഞാൻ അവളെ ചൊല്ലിയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. വല്ലാഹി മാ അറത്തു ഇല്ലാ വാഹിദത്തൻ, പക്ഷേ നബിയെ വല്ലാഹി അല്ലാഹ് തന്നെ സത്യം, ഞാൻ ഒറ്റ ഒന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാഹി മാ അറത്ത ഇല്ലാ വാഹിദ, നീ ഒറ്റ ഒന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഫഖാല, അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു വല്ലാഹി മാ അറത്തു ഇല്ലാ വാഹിദ, നബിയെ ഞാൻ ഒന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫറദ്ദഹ, ആ പെൺകുട്ടിയെ മഹാനായ സ്വഹാബിക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഹദീത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പ്രമുഖരൊക്കെ വിശദീകരിക്കുന്നു,
അയാൾ ഒന്നുദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നിടത്ത് നിന്ന് 3 ഉദ്ദേശിച്ചു എന്നാണ് പറയുന്നത്, നിങ്ങൾ അതങ്ങനെ തന്നെ സംഭവിക്കും. അപ്പം 3 ആവും. 3 തൊലാക്കുകൾ അങ്ങനെ സംഭവ്യമാകുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് എല്ലാ കാലത്തും എല്ലാവർക്കും ചെയ്യാനാകുന്ന ഒരു വലിയ സ്വാതന്ത്ര്യം കൊടുക്കല്ല. തൻ്റെ പെണ്ണ് ഏതോ ഒരു പുരുഷനുമായി അവിവാഹിതമായ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കണ്ടുകൊണ്ട് ചെല്ലുന്ന ഒരു പുരുഷന് വരട്ടെ, ഞാൻ 1ാമത് തൊലാക്ക് ചെല്ലട്ടെ, പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഘട്ടം വരുമ്പോൾ 2ാമത്തെ തൊലാക്കാകട്ടെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം എന്ന് പറയാൻ നേരം കിട്ടിക്കൊള്ളണമെന്നില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എടുക്കേണ്ടി വരുന്ന ഒരു അവകാശവുമാണ് സത്യത്തിൽ ഇത്. തൊലാക്ക് ഒരു അവകാശമാണ്, അല്ലാതെ അതൊരു അവസരമല്ല, ഒരു അവകാശമാണ്. തൻ്റെ കയ്യിലുള്ള റൈറ്റാണ്. ഒരാൾ തൻ്റെ കയ്യിലുള്ള കല്ലെടുത്ത് എറിഞ്ഞിട്ട് പിന്നെ ആ കല്ലന്വേഷിക്കുന്നത് പിന്നെ കിട്ടാത്തതുപോലെയാണ്. ഓരോ തൊലാക്ക് ചെല്ലിയാൽ ആ തൊലാക്ക് പോയി, പിന്നെ അവൻ ആ തൊലാക്കിൻ്റെ അവകാശമില്ല. 2ാമത് പിന്നൊരിക്കൽ അവനൊരു തൊലാക്ക് ചെല്ലിയാൽ ആ തൊലാക്കും പോയി, അവൻ്റെ റൈറ്റ് പോയി. 3ാമതൊരു തൊലാക്ക് ചെല്ലിയാൽ ആ തൊലാക്കും പോവുകയാണ്. അതോടെ പിന്നെ അവൻ ഇങ്ങോട്ട് അവളെ വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ മറ്റൊരാളുമായുള്ള ജീവിതാനന്തരം മാത്രമേ സാധ്യമാകൂ എന്നതാണ് ഇസ്ലാമിക നിയമം. എന്തിനാണത്? ഇത്രയൊക്കെ ആയിട്ടും പിന്നെ പഠിച്ചിട്ടില്ലെങ്കിൽ 2 പേരും 2ആയി നിന്നിട്ട് പഠിക്കട്ടെ, അതാണ്. ഇത്രയൊക്കെ ആയിട്ടും പിന്നെ പഠിക്കുന്നില്ലെങ്കിൽ, പക്ഷെ അവിടെ വരെ ആകുന്നതിൽ ഇസ്ലാം കൃത്യമായി നിബന്ധനകൾ വച്ച് ഒരു കാരണവശാലും അങ്ങോട്ട് എത്താതിരിക്കാൻ ആവശ്യമാകുന്ന എല്ലാ പണിയും ചെയ്യുന്നു. മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഖിലാഫത്തിന്റെ കാലത്താണ് ദമ്പതികൾക്കിടയിലെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി 2 ആളെ പറഞ്ഞയച്ചു. ഖലീഫ പറഞ്ഞയച്ച ആളുകൾ 1 മണിക്കൂറിന് ശേഷം തിരിച്ചു വന്നു. അപ്പോൾ ഖലീഫ ചോദിച്ചു, അല്ല നിങ്ങൾ എന്തു ചെയ്തു? ഞങ്ങൾ അവർ 2 പേരെയും വേർപിരിച്ചു. ഖലീഫ പിന്നെ ഒന്നും നോക്കിയില്ല. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇവർ 2 പേർക്ക് 2 പൊട്ടിക്കൽ അങ്ങ് കൊടുത്തു. 2 അടിയങ്ങ് കൊടുത്തപ്പോൾ ഇവരിങ്ങനെ ഖലീഫയുടെ മുഖത്തേക്ക് നോക്കി, എന്തേ ഞങ്ങളങ്ങനെ അടിക്കാൻ കാരണം? അപ്പോൾ ഖലീഫ പറഞ്ഞു, നിങ്ങൾ നല്ലത് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ പടച്ചവനെ പേടിച്ചിരുന്നുവെങ്കിൽ, നിങ്ങൾ നല്ലതായിരുന്നു അവിടെ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും ഇരുവരെയും കൂട്ടേണ്ട പണി അള്ളാഹു ചെയ്യുമായിരുന്നു. ഇൻ യുരീദ ഇസ്ലാഹൻ യുവഫിഖില്ലാഹു ബൈനഹുമാ. ഇൻ യുരീദ ഇസ്ലാഹൻ, നന്മയായിരുന്നു അവർ 2 പേരും ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, യുവഫിഖില്ലാഹു ബൈനഹുമാ, 2 പേർക്കുമിടയിൽ അള്ളാഹു തൗഫീഖ് ചെയ്യുമായിരുന്നു. അപ്പൊ 2 പേരുടെയും ഇടയിൽ അങ്ങനത്തെ തൗഫീഖ് കിട്ടാൻ വേണ്ട രീതിയിലുള്ള ഒരു കൂടിയാലോചനകളാണ് നടക്കേണ്ടിയിരുന്നത്. അതിനല്ലാതെ പോയി എന്നതുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇവർക്ക് 2 പേർക്കും കൊടുത്തത്. ഞാൻ പറയുന്നത് ശരിക്കും ത്വലാഖുമായി ബന്ധപ്പെട്ട ഇത്തരം ചർച്ചകൾ ഉൾപ്പെടെ ഇസ്ലാമിന്റെ ഈ വ്യക്തിപരമായി നിൽക്കുന്ന നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഓരോന്നിനെയും നമ്മൾ തന്നെ ഒന്ന് ആലോചിക്കാൻ ശ്രമിച്ചാൽ എല്ലാം സ്ത്രീ വിരുദ്ധമല്ല, മറിച്ച് സ്ത്രീ പക്ഷത്ത് നിൽക്കുന്നതാണ്. ഒരു കാലത്ത് സ്ത്രീക്ക് വിവാഹമോചനത്തിന് ഒരു അധികാരവും നൽകപ്പെടാതിരുന്നോടത്ത് നിന്ന് അവൾക്കൊരു വിവാഹമോചനാധികാരം കൊടുക്കുന്നുണ്ട്. ഭർത്താവ് അവളുടെ ഇംഗിതങ്ങൾ, അതായത് അവളുടെ ജീവിത സാഫല്യങ്ങൾക്ക് വിധേയമാകുന്ന വിധത്തിലല്ല ഭർത്താവ് ഉള്ളതെങ്കിൽ അവസാനം അവൾക്ക് ഖാദിയുടെ മുമ്പിൽ പോയി ത്വലാഖ് വാങ്ങാൻ സാധ്യമാകുന്ന വിധം ഫസ്ഖ് എന്ന കൃത്യമായൊരു അവകാശം അവൾക്ക് അള്ളാഹു നൽകുന്നുണ്ട്. ലോകത്തൊരു മതത്തിലും ഒരു പെണ്ണിനും അങ്ങനെ ഒരു അവകാശമില്ല. മറ്റു മതങ്ങളെക്കുറിച്ച് ആലോചിക്കൂ. ഡൈവോഴ്സ് തന്നെ ഇല്ലാതെ പോകുന്നുണ്ട് ക്രൈസ്തവ മതത്തിൽ. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇനി അവസാനം എത്തിപ്പെട്ട് 2 വർഷം കാത്തിരിക്കണം. 2 വർഷം കാത്തിരിക്കണമെന്ന് പറയുമ്പോൾ ദമ്പതികൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരിക്കലും പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അതിനെ നിശ്ചയിക്കേണ്ടത്? അതേസമയം ഇസ്ലാമി വിഷയത്തിൽ 2 കാര്യങ്ങളെയാണ്. ഒന്ന്, നിയമം എന്ന നിലയിൽ ഒരു കാര്യം പറയുമ്പോൾ അതോടൊപ്പം തന്നെ വിശ്വാസിയുമായി ബന്ധപ്പെടുത്തി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ത്വലാഖ് നിങ്ങൾ പേടിക്കേണ്ട ഒന്നാണ്, ഒരിക്കലും നിങ്ങൾ അത് ചെയ്യാൻ വേണ്ടി മെനക്കെടരുത്. ഇന്ന അബ്ഗലൽ ഹലാലി അത്ത്വലാഖ്, ഇന്ന മിൻ അബ്ഗലിൽ ഹലാലി അത്ത്വലാഖ്. ത്വലാഖ് അബ്ഗലുൽ ഹലാലിൽപ്പെട്ടതാണ്. അബ്ഗലുൽ ഹലാൽ, അതായത് ഹലാലിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന ഒന്നിൽപ്പെട്ടതാണ്. പടച്ചവന് ഇഷ്ടപ്പെടാത്ത ഒന്നാണ്. ഏത്? ഹലാലായതിൽ, അനുവദനീയമായതിൽ. അനുവദനീയമാകുന്നൊരു സാഹചര്യം വരികയും അങ്ങനെ ഉണ്ടായാൽ തന്നെ അവിടെയും ത്വലാഖ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത ഒന്നാകുന്നു എന്ന് സയ്യിദുനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ചെയ്യേണ്ടതല്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്, എന്നാൽ വളരെ അനിവാര്യമായൊരു ഘട്ടം വരികയും 2 പേരും ഒരുമിച്ച് പോവുകയില്ലെന്ന് വരികയും ചെയ്താൽ എടുക്കേണ്ട ഒരു ആയുധമായി അള്ളാഹു അത് നിശ്ചയിച്ചത്.
എന്നിട്ടും ഒന്നാമത്തെ തൊലാക്ക് ചൊല്ലുമ്പോൾ അവൾക്ക് ചെലവിന് കൊടുത്ത്, അവൾക്ക് വാസസ്ഥലം കൊടുത്ത് അങ്ങനെ നിൽക്കുമ്പോൾ ഈ 3 മാസക്കാലത്തിൻ്റെ ഇടയിൽ അവന് വേണമെങ്കിൽ തിരിച്ചെടുക്കാനുള്ള ഒരു അധികാരം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്നു. അതിനാണ് റജഇയായ അർത്ഥത്തിൽ അതിനെ, ആ തൊലാക്കിന് 1-ാം തൊലാക്ക് റജഇയായതാണ്, മടക്കി ഇങ്ങോട്ട് എടുക്കാം. ഞാൻ ഏതായാലും ആ പരിപാടി തൽക്കാലം മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തിരിച്ചു മടക്കിയെടുക്കാം. ഇനി ഈ 3 മാസവും കഴിഞ്ഞതിനു ശേഷമാണെങ്കിൽ ഒരു പുതിയ നിക്കാഹിലൂടെയും അവളെ തിരിച്ചു മടക്കിയെടുക്കാം. ഇങ്ങനെ ഈ അധികാരത്തെ വളരെ കൃത്യമായി മനഃശാസ്ത്രപരമായി സമീപിക്കാൻ മുസ്ലിങ്ങൾ തയ്യാറാകുമെങ്കിൽ ത്വലാഖ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ നാട്ടിൽ വളരെ 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 കുറവായി മാറും. ഇത് നമ്മുടെ സമൂഹങ്ങൾക്കിടയിൽ, നമ്മുടെ ദമ്പതികൾക്കിടയിൽ, കുടുംബങ്ങൾക്കിടയിൽ ഇത് പറഞ്ഞു കൊടുക്കാനും ഈ രീതിയിലുള്ള ഒരു വലിയ ക്യാമ്പയിൻ നടത്താനും തയ്യാറാകുമെങ്കിൽ. പക്ഷെ അത് അങ്ങനെ ആ രീതിയിൽ വസ്തുതാപരമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിശ്ചയിച്ചിട്ടുള്ള ഇത്തരം നിയമങ്ങൾ, അത് പടച്ച റബ്ബ് നിശ്ചയിച്ച നിയമങ്ങളെ മാറ്റിപ്പണിയാനുള്ള ഒരു അധികാരവും നമ്മുടെ പാർലമെന്റ് ഒരിക്കലും ചെയ്യാതിരുന്നു എന്നതുകൊണ്ടാണ് 947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് ശേഷം രാജ്യത്തിന്റെ ഭരണഘടനയെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പികളിൽ പ്രമുഖനായ സാക്ഷാൽ ഡോക്ടർ BR അംബേദ്കർ ഉൾപ്പെടെയുള്ള പ്രഗത്ഭർ ഒരു ഏക സിവിൽ കോഡ് എന്ന് പറയുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഏക സിവിൽ കോഡ് വേണമെന്ന വാദക്കാരനായിട്ട് കൂടി മുസ്ലിം പക്ഷത്ത് നിന്ന് ഈ കോമൺ കോഡ് വന്നാൽ മുസ്ലിങ്ങളുടെ വിശ്വാസ വിഷയങ്ങളിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും എന്ന ബോധ്യപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ അങ്ങനെയെങ്കിൽ അത് നടപ്പിലാക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രഗത്ഭനായ, നെഞ്ചളവ് കൊണ്ടല്ല തക്ക ബുദ്ധിയും വിവേകവും വിജ്ഞാനവും ഉണ്ടായിരുന്ന പ്രഗത്ഭനായ BR അംബേദ്കറും മതവിശ്വാസവുമായി യാതൊരു ബന്ധവും താല്പര്യവുമില്ലാത്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും വളരെ പ്രമുഖരായ അമുസ്ലിം നേതാക്കളും കൂടിയെടുത്ത തീരുമാനമായിരുന്നു ഏക സിവിൽ കോഡ് നടപ്പിലാക്കേണ്ടതില്ല എന്നത്. വളരെ ചെറിയ ഒരു സൂചന മാത്രം നൽകിയിട്ടാണ് ആർട്ടിക്കിൾ 44 എന്ന് പറയുന്നതിനെ നമ്മൾ കാണേണ്ടത്. ഷാളണ്ടവർ വേണമെങ്കിൽ നടപ്പിലാക്കാമെന്ന് പറയുന്നത് അങ്ങനെ രാജ്യം ആ രീതിയിലാകുന്ന ഒരു ഘട്ടം വരുമ്പോഴാണ്. എത്രയോ പ്രശ്നങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് ഇനിയും നിലനിൽക്കുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഇന്ത്യയിലെ ഹിന്ദു സഹോദരന്മാരെയും സംബന്ധിച്ചിടത്തോളം ഒരു ഒരൊറ്റ കോഡ് എന്ന് പറയുന്നതിനെ ഒരിക്കലും സാധിക്കാത്ത വിധം, അത് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം രാജ്യത്ത് ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. ഏത് കോഡാ ഇനി കൊണ്ടുവരാൻ കഴിയുക? നമ്മൾ ഈ രാജ്യത്ത് ഈ കാര്യത്തിൽ ഞാൻ ഈ കാര്യം നിങ്ങളെ ഇന്ന് ബോധ്യപ്പെടുത്താൻ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ചാനലുകളിലൊക്കെ വന്ന ചില പെൺകുട്ടികൾ, മുസ്ലിം പെൺകുട്ടികൾ പോലും ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ അഭിപ്രായങ്ങൾ തട്ടിവിടാറുണ്ട്. ഇതുണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്, ശരീഅത്തിനെ പൊളിക്കാൻ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ മുന്നിൽ വെച്ച് ഇതാ ഇസ്ലാമിക ശരീഅത്ത് അപ്രായോഗികമാണ്, അതുകൊണ്ട് മുസ്ലിം പേഴ്സണൽ ലോ ഇന്ത്യയിൽ അവസാനിപ്പിക്കണമെന്നും ഒരു കോമൺ കോഡ് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരുപാട് മുസ്ലിം വിരുദ്ധർ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ BJP ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് അതാണ്. BJP ഗവൺമെന്റ് പറയുന്നു, നിരന്തരം പറയുന്നു, ഒരുപക്ഷെ നടപ്പിലാക്കും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അതൊരു തരം ട്രെൻഡ് ഉണ്ടാക്കലാണ്. പക്ഷെ ആ ട്രെൻഡ് ഉണ്ടാക്കുന്നിടത്ത് നമ്മളെ കൂട്ടാളികളായി പിടിക്കുന്നു, നമ്മുടെ കുഞ്ഞു പെൺകുട്ടികളെയും കൂട്ടപ്പിടിക്കുന്നു. എന്നിട്ട് പറയുന്നു മുസ്ലിം ശരീഅത്ത് എന്ന് പറയുന്നു തന്നെ ഇസ്ലാമിക ശരീഅത്ത് സ്ത്രീ വിരുദ്ധമാണ്. നോക്കൂ, ഇസ്ലാമിലെ പെണ്ണിനെ കുറിച്ച് പഠിച്ച പ്രഗത്ഭമതികളായ ബ്രിട്ടീഷുകാരിയിൽ ഒരാളാണ് ആനി ബെസന്റ്. ആനി ബെസന്റ് പറഞ്ഞത്, മുസ്ലിം സ്ത്രീക്ക് കിട്ടുന്ന അത്ര സ്വാതന്ത്ര്യം ലോകത്ത് ഒരു മതത്തിലുമുള്ള പെണ്ണിനും കിട്ടുന്നില്ല. മുസ്ലിം വിമൻ ഇൻ ഇസ്ലാം മോർ പ്രൊട്ടക്റ്റഡ് ദാൻ ക്രിസ്ത്യാനിറ്റി, വിമൻ ഇൻ ഇസ്ലാം മോർ ഫ്രീ ദാൻ എനി ഫെയ്ത്ത് വിച്ച് പ്രീച്ചസ് മൊണോഗമി. ഏകഭാര്യ എന്ന മാത്രം വ്രതമനുഷ്ഠിക്കുന്ന മറ്റു മതങ്ങളുടെയും വിശ്വാസങ്ങളുടെയും അത്തരത്തിൽ ആദർശങ്ങളുടെയും അങ്ങനെയുള്ള സമൂഹങ്ങളിൽ ജീവിക്കുന്ന പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം ലഭ്യമായിട്ടുള്ളത്, കൂടുതൽ സുരക്ഷിതയും അത് മുസ്ലിം സ്ത്രീയാണ്. കാരണം ഇസ്ലാം ഏറ്റവും കൂടുതൽ ശബ്ദിച്ചത് പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തിനാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവളെ സ്നേഹിക്കാൻ ഭർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് പുണ്യ റസൂൽ പറഞ്ഞത്, ഖൈറുക്കും ഖൈറുക്കും ലിനിസാഇക്കും, നിങ്ങളുടെ പെണ്ണുങ്ങളോട് നന്മ ചെയ്യുന്നവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ എന്ന് സയ്യിദുനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ പെണ്ണുങ്ങളോട് അവളെ അപമാനിക്കാനും അവളെ മർദ്ദിക്കാനും അവളെ മാറ്റി നിർത്താനും പറയുന്ന ഒന്നും അള്ളാഹുവിൻ്റെ ദീനിലില്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇസ്ലാമിനെ കുറിച്ച് വളരെ മോശമായ അർത്ഥത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ മുസ്ലിം പെൺകുട്ടികൾ പോലും തയ്യാറാകുന്നു. ഞാൻ പറയുന്നു, ഇപ്പോൾ ഒരു അഭിപ്രായ സർവേ നടക്കാൻ പോവാണ്. നിങ്ങൾ ആ അഭിപ്രായ സർവേയൊന്നും കൂടണമെന്ന് എനിക്ക് വാദമില്ല. കാരണം
വിശ്വാസത്തെ അഭിപ്രായ സർവേ കൊണ്ട് മാത്രം തിരുത്തേണ്ടതല്ല. അങ്ങനെ തിരുത്തുമെങ്കിൽ ഇന്ത്യയിലെ മറ്റു വിശ്വാസങ്ങളെയും അങ്ങനെ തിരുത്തേണ്ടി വരും. നാം ഒറ്റക്കെട്ടായി നിന്ന് ഒരു കാലത്ത് 1986 ഇന്ത്യയിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്നിട്ടായിരുന്നു ഏക സിവിൽ കോഡിനെ കുറിച്ചുള്ള വാദം കൊണ്ടുവന്നത്. ബീഗം ഷാബാനു കൊടുത്ത കേസുമായി ബന്ധപ്പെടുത്തി. അന്ന് മുസ്ലിം പണ്ഡിതനും മുസ്ലിം നേതാവും ഒരുമിച്ച് നിന്നപ്പോൾ, അല്ലെങ്കിൽ മുസ്ലിം സമുദായം ഒരുമിച്ച് നിന്നപ്പോൾ അവസാനം പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പോലും പറയേണ്ടി വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ശരീഅത്തിനെ കുറിച്ച് ഇത്തരം വിവരമുണ്ടായിരുന്നില്ല എന്ന്. അതൊരു ശരിയായിരിക്കാം. അതുകൊണ്ട് ശരീഅത്ത്, അള്ളാഹുവിൻ്റെ ദീൻ, അത് മാറ്റിമറിക്കാൻ ആർക്കും അനുവാദം കൊടുക്കാത്ത വിധം നാം ഒരു നിശ്ചയദാർഢ്യത്തിൽ നിലനിൽക്കണമെന്ന് പ്രത്യേകം ഉണർത്താൻ ഞാൻ എൻ്റെ ഈ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഈ അവസരം ഉപയോഗിക്കാൻ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ശരിയായ ബോധങ്ങൾ, നിങ്ങൾ ശരീഅത്തിനെ പഠിച്ചോളൂ, ശരീഅത്തിൻ്റെ ഓരോ കാര്യങ്ങളെയും കുറിച്ച് പഠിക്കൂ. അതെല്ലാം ഒരു കാരണവശാലും മറ്റാർക്കും ചോദ്യം ചെയ്യാനാവാത്ത വിധം കൃത്യമായി നിലനിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശരീഅത്ത് അവൻ്റെ യുക്തിയാണ്, അതായത് അള്ളാഹുവിൻ്റെ യുക്തിയാണല്ലോ, പടച്ച റബ്ബിൻ്റെ യുക്തിയാണ്. പടച്ച തമ്പുരാനാണ് ശരീഅത്ത് നിശ്ചയിച്ചതെങ്കിൽ ആ ശരീഅത്തിൻ്റെ യുക്തിയുടെ മുഴുവനും കാതൽ നിൽക്കുന്നത് അള്ളാഹു റബ്ബുൽ ഇസ്സത്തുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് പടച്ചവൻ്റെ യുക്തിയുടെ മാർഗദർശനമായി നിൽക്കുന്ന ദീൻ മറ്റാരുടെയും യുക്തി കൊണ്ട് പൊളിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കർമ്മങ്ങളിൽ നമ്മളാണ് വ്യാപൃതരാകേണ്ടത്. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله الواحد الصمد الذي شرع لنا شريعة محيطة جميع ما اشتملت أفعال الإنسان، وأشهد أن لا إله إلا الله لا ند ولا شريك له، وأشهد أن سيدنا ونبينا محمدا عبده